സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. 2 ഘട്ടമായാണ് പോളിംഗ് നടക്കുക. ഡിസംബർ 9-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ വോട്ടെടുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണുന്നു. ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നവർ വരുന്ന നിയമസഭയിലും ഉജ്ജ്വലമായ പോരാട്ടമാകും കാഴ്ചവെക്കുക. അതുകൊണ്ട് തന്നെ മുന്നണികളും പാർട്ടികളും പരമാവധി പ്രചാരണത്തിന്റെ തിരക്കുകളിലുമാണ്. ശക്തമായ പ്രചാരണ തിരക്കുകൾക്കിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വിവാദങ്ങൾ പൊങ്ങിവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ കേസിൽ അന്തിമമായ വിധി വരുന്നതുവരെ അയാളെ വെള്ളപൂശാനോ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുവാനോ ഞങ്ങൾ തയ്യാറാകുന്നില്ല. സ്വാഭാവികമായും ഒരു പെൺകുട്ടി പരാതി പറയുമ്പോൾ, അതും വളരെയധികം ഗൗരവകരമായ ഒരു പരാതി ഉയർത്തിക്കാട്ടുമ്പോൾ ആ പരാതിക്ക് ഒപ്പം തന്നെയാണ്. എന്നാൽ ഈ പരാതി കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്നതിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട്. പരാതി ഉയർന്നു വന്നതിനെയോ പരാതിക്കാരിയോ അല്ല വിമർശിക്കുന്നത്. എത്രയോ മാസമായി ഇതുമായി ബന്ധപ്പെട്ട ഓഡിയോ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പക്കലുണ്ട്. എന്തുകൊണ്ട് മുൻപേ അത്തരമൊരു നിയമ നടപടിയിലേക്ക് ഇരയായ പെൺകുട്ടിയും ഒപ്പമുള്ളവരും തയ്യാറായില്ല എന്നത് പരിശോധിക്കേണ്ടതാണ്. ഉയർന്നുവന്ന പരാതിയുടെ സത്യസന്ധതയെ സംബന്ധിച്ച തെല്ലും അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കുമുണ്ടാകില്ല. എന്നാൽ പൊടുന്നനെ ഇപ്പോൾ പൊങ്ങിവന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുന്ന ചില തിടുക്കങ്ങൾ എന്നിവ പലതരത്തിലുള്ള രാഷ്ട്രീയ സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കെതിരെ നിയമപരമായി ഉയർന്നുവരുന്ന എല്ലാ വിചാരണകളെയും കേരളീയ സമൂഹം ഒന്നായി സ്വാഗതം ചെയ്യും. ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഒരാളുടെ ചെയ്തികളിൽ പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്തവുമില്ല. സമാനമായ പല കേസുകളിലും ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത മാന്യമായ, അതിലേറെ പക്വമായ നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. ഇത് രാഹുൽ എന്ന വ്യക്തിക്കപ്പുറം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൂടി ലക്ഷ്യമാക്കുമ്പോഴാണ് അതിന്റെ രാഷ്ട്രീയ മാനം പറയേണ്ടി വരുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഏതെങ്കിലും തരത്തിൽ ആ പോരാട്ടത്തിൽ കോൺഗ്രസ് വീണുപോയാൽ പിന്നീട് ഒരിക്കലും കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുവാൻ കഴിയാത്ത പടുകുഴിയിലേക്കായിരിക്കും കോൺഗ്രസ് വീണു പോകുന്നത്. കോൺഗ്രസ് അത്തരത്തിൽ മഹാഗർത്തത്തിലേക്ക് വീണു പോകേണ്ടത് CPM-നേക്കാൾ വലിയ ആവശ്യം BJP-യുടേതാണ്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായും പടിയടച്ച് പിണ്ടം വയ്ക്കുകയാണ് BJP-യുടെ ലക്ഷ്യം. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തുവാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJP-ക്ക് ശക്തിയില്ലാത്ത സംസ്ഥാനങ്ങളിലും മറ്റു പാർട്ടികളെ ഉപയോഗിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാനും BJP-ക്ക് കഴിയുകയുണ്ടായി. അതേ നയം തന്നെയാണ് കേരളത്തിലും BJP സ്വീകരിക്കുന്നത്. അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM വീണ്ടും അധികാരത്തിൽ വന്നാലും കോൺഗ്രസ് ഒരു കാരണവശാലും ഭരണത്തിലേക്ക് വരരുത് എന്ന് BJP കരുതുന്നുണ്ട്. ഒരു തവണ കൂടി ഇടതു ഭരണം ആവർത്തിക്കപ്പെട്ട BJP-ക്ക് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ ഇടം ലഭിക്കുമെന്ന് BJP കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്ത് തുടരുവാനുള്ള കരുത്ത് കോൺഗ്രസിനില്ല. ഇനിയും പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ നല്ലൊരു ശതമാനം അണികളും കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറും. സ്വാഭാവികമായും വലിയൊരു വിഭാഗത്തെ BJP-ക്ക് ഉൾപ്പെടെ കിട്ടുന്ന സാഹചര്യവും ഉണ്ടാകും. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് BJP-യുടെ അടവ് നയം CPM-ന് അനുകൂലമായി തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ സംസ്ഥാനത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ജനങ്ങൾക്കിടയിൽ സജീവ ചർച്ചയായിട്ടുണ്ട്. സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 9 ജില്ലാ പഞ്ചായത്തുകളും 4 കോർപ്പറേഷനുകളും ഭൂരിഭാഗം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പിടിച്ചെടുക്കുമെന്ന സർവേ സംസ്ഥാനത്തെ BJP CPM നേതൃത്വങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് പൊടുന്നനെ ഇന്നലെ രാഹുലിനെതിരെ കേസെടുക്കുന്നത്. അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന വ്യഗ്രത CPM-നും BJP-ക്കും ഒരുപോലെയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും ഭയക്കുന്ന പോലെ UDF തരംഗമുണ്ടായാൽ ഉറപ്പായും 2026-ൽ കേരളം UDF ഭരിക്കും. അത് ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോഴത്തെ ചില അസാധാരണ നീക്കങ്ങളെന്ന് നിസ്സംശയം പറയാം.